രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. വെയില് വന്നപ്പം കുറച്ച് തുണികളൊക്കെ ഉണങ്ങാനുള്ളതെല്ലാം പറക്കിയിട്ടല്ലോ. അതാ ഇങ്ങനെയാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവസ്ഥ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ കാര്യങ്ങളും. ദൈവമേ അങ്ങ് കണ്ടാ മതിയായിരുന്നതല്ല. ഈ മഴയ്ക്കൊന്ന് ശമനം കിട്ടണേ. ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്ക് ഇങ്ങനെ അവസ്ഥയായി കഴിഞ്ഞപ്പോ വളരെ ഹായ്. രാവിലെ അപ്പോൾ ഒരുവിധം വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഴ കാണത്തില്ല, ഇച്ചിരി വെയിലുണ്ടാവും എന്ന് കരുതിയുള്ള തുണികളെല്ലാം ഞാൻ വാരിപ്പറിക്കാൻ കിട്ടായിരുന്നു. വഴിക്കറപ്പിറ്റാണ്ട് കുറേ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂർ ഇച്ചിരി വെയിലുണ്ടായിരുന്നു. ആ വെയിലത്ത് ഞാനില്ല ഉണങ്ങാനുള്ള തുണിയും കഴുകിയ തുണിയും എല്ലാം കൂടെ ചേർന്നങ്ങ് മിക്സായി വാരിപ്പറക്കി അങ്ങ് അവസാനം ഇതാ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഗ്യാസിൻ്റെ ക്ഷാമം. അത് ദാണ്ട് ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ഗ്യാസ് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 2.5 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും പുതിയ ഗ്യാസ് ബുക്ക് ചെയ്യാനോ അപ്പം ഇനിയിപ്പം ബുക്കിങ്ങിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. 30 ദിവസം വേണം ഇനി ബുക്ക് ചെയ്ത് അടുത്ത പുതിയത് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം അടുപ്പിനകത്തിട്ടിട്ടാണ് ചെയ്യാറ്. ഇപ്പം ഇതൊരു പൊടിയടുപ്പ് ഞങ്ങൾ വാങ്ങിച്ച് അതിനകത്ത് പൊടിയും മിക്സ് ചെയ്തിട്ട് കത്തിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഈ അരി ഊറ്റുന്ന ഒരു ജോലി അതൊരു ഭയങ്കര പാടാണ്. എനിക്കത് ഭയങ്കര റിസ്ക്കായിട്ടുള്ള തോന്നിയിട്ടുള്ളത്. അടുപ്പിൽ ചോറ് വെച്ചിട്ട് ഈ ഊറ്റിയ സമയത്തൊക്കെ എൻ്റെ ദേഹത്ത് എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ വെള്ളം വീണ് തിളച്ച വെള്ളം വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ഊറ്റുന്നത് ഭയങ്കര പതുക്കെ സാവകാശ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ എൻ്റെ ദേഹത്തെങ്ങാനും വീണാൽ എനിക്ക് പണിയാവുമോ എന്നൊക്കെയുള്ള ചിന്ത. കൈ പൊള്ളി അടർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. പറയാതിരിക്കാനും വയ്യ. പിന്നെ അതും വെച്ചുകൊണ്ട് നീറി നടക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ സാവധാനം പതിയെ കണ്ടിട്ടാണ്. അപ്പം നമുക്കിപ്പോൾ റേഷൻ അരി നേരത്തെ ഞങ്ങൾ വിലയരിയായിരുന്നു, ഇപ്പോൾ റേഷൻ അരി ആക്കി കാണാം. അടുപ്പിലിട്ടിട്ട് ഒരുപാട് നേരം കത്തിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം വന്നിട്ടതാണ് നമ്മുടെ കൊച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബുക്കെടുത്തിട്ട് എന്തൊക്കെയോ എഴുത്തും വായനയൊക്കെ ആയിരുന്നു. കണ്ട രാവിലെ എണീറ്റുകൊണ്ട് ഒരാൾ സാറ് ഇവിടെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഈ മഴ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ ആളിന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലെ നേരത്തെ കിടന്ന് ഉറങ്ങി ആളിന്ന് രാവിലെ എണീറ്റായിരുന്നു. അവിടെ പിന്നെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും മഴയെ കണ്ട ഒരുവിധം ഇങ്ങനെ പെയ്ത് തോർന്നിട്ടുണ്ട്. ഇനി വെയിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട, അതുപോലത്തെ കാലാവസ്ഥയായിട്ടിരിക്കുക. ഇനി തുണിയൊന്നും വെളിയിലെടുത്തിടാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഒരുവിധം ഉണങ്ങിയത് വെളിയിലെടുത്തിട്ടതും ഒരു പരുവായിട്ടുണ്ട്. ഇനി അറിഞ്ഞുകൊണ്ട് ഒരുവിധം ഉണങ്ങിയ തുണികൾ ആരും വെയിൽ കണ്ടിട്ട് എടുത്തിടരുത്. കാരണം നമ്മളിപ്പോൾ ലോഹിപ്പിക്കുകയാണ് ഈ വെയിൽ. ഏത് സമയം വേണമെങ്കിലും അത് കാലം മാറാം. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും നോക്കുക. ഓക്കെ. ഇടവപ്പാതി പെയ്ത് തൊഴാറായിട്ടില്ലേന്ന് ഇനിയൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും ഓക്കെ ആയാൽ മതിയായിരുന്നു. ടാറ്റാ, ബൈ ബൈ.